ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കേരള മൈനർ മിനറൽ കൺസ്ട്രക്ഷൻ റൂൾസ് ക്വാറി മാഫിയകളെ സഹായിക്കാൻ വേണ്ടിയുള്ളതാണെന്ന ആരോപണം ശക്തമാകുന്നു. പാറ പൊട്ടിക്കുന്നതിനുള്ള ഡിഎൻഡോ ലൈസൻസ് അനുവദിക്കാനുള്ള പരമാധികാരം പഞ്ചായത്തുകളിൽ നിന്നും എടുത്തുമാറ്റിയതും ഖനനാധികാരം ഭൌമശാസ്ത്ര വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചതും മാഫിയകളെ സഹായിക്കണമെന്ന ആരോപണവും പരിസ്ഥിതി പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട്. ഇതേക്കുറിച്ചുള്ള റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി സ്ത്രീയുടെ മാനം ഉപയോഗപ്പെടുത്തുന്ന സാഹചര്യമാണ് കേരളത്തിൽ നിലവിലുള്ളതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ വി മുരളീധരൻ. പാറക്കടവിൽ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസ് ക്രൈംബ്രാഞ്ച് അട്ടിമറിക്കുന്നുവെന്ന് ആരോപണം. അഴിമതിക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന സർക്കാരാണ് കേരളത്തിലുള്ളതെന്ന് ആർ ബാലകൃഷ്ണപിള്ള. അഴിമതി ചൂണ്ടിക്കാണിക്കുന്നവർ പുറത്തുപോകുന്ന സ്ഥിതിയാണ് യുഡിഎഫിലുള്ളതെന്നും പിള്ള. സംഘടിത ശക്തിയുണ്ടെങ്കിലേ ആവശ്യങ്ങൾ നേടിയെടുക്കാനാവൂ എന്ന് മേയർ എ കെ പ്രേമജം. ചരിത്രം അത് തെളിയിച്ചതാണെന്നും മേയർ. വിശദമായ വാർത്തകളിലേക്ക്. രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി സ്ത്രീകളുടെ മാനം ഉപയോഗപ്പെടുത്തുന്ന സാഹചര്യമാണ് കേരളത്തിൽ നിലവിലുള്ളതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ വി മുരളീധരൻ. നാദാപുരം പാറക്കടവിൽ LKG വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസ് ക്രൈംബ്രാഞ്ച് അട്ടിമറിക്കുന്നതിനെതിരെ ഭാരതീയ ജനതാ മഹിളാ മോർച്ച നടത്തിയ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാദാപുരം പാറക്കടവ് LKG വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസ് ക്രൈംബ്രാഞ്ച് അട്ടിമറിക്കുന്നതിനെതിരെ മഹിളാ മോർച്ച കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിന് മുൻപിൽ മഹിളാ സത്യാഗ്രഹം സംഘടിപ്പിച്ചു. മെഡിക്കൽ റിപ്പോർട്ടുകൾ വരെ തിരുത്തുവാനുള്ള നീക്കമാണ് പ്രതികളെ രക്ഷിക്കുവാൻ പോലീസും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരും നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് മഹിളാ മോർച്ച ജില്ലാ കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. സത്യാഗ്രഹം ബിജെപി സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി സ്ത്രീയുടെ മാനം ഉപയോഗപ്പെടുത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. വാച്ചൻവാടിന്റെ ജോലി ഭരണപക്ഷ MLA-മാർ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചില മഹിളാ സംഘടനകൾ സ്വാർത്ഥ താൽപര്യം മുൻനിർത്തി രാഷ്ട്രീയം കളിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് രണ്ടു കൂട്ടരും അവരവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ത്രീകളെ ഉപയോഗിക്കുന്ന സാഹചര്യം, സ്ത്രീയുടെ മാനത്തെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സാഹചര്യം, ആ സാഹചര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതല്ലായിരുന്നുവെങ്കിൽ ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിലെ സൂചിപ്പിച്ചത് ഐസ്ക്രീം പാർലർ കേസിന്റെ കാര്യം. മഹിളാ മോർച്ച ജില്ലാ കമ്മിറ്റി അംഗം ശോഭ രാജൻ അധ്യക്ഷം വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ബിന്ദു കക്കോടി, BJP ജില്ലാ പ്രസിഡന്റ് P രഘുനാഥ്, യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രകാശ് ബാബു, രമണിഭായ്, അനിത കുന്നമംഗലം എന്നിവർ സംസാരിച്ചു. ഇത്രയും വലിയ അഴിമതി നടന്ന കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് കേരള കോൺഗ്രസ് ബി ചെയർമാൻ ആർ ബാലകൃഷ്ണപിള്ള. അഴിമതിക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന സർക്കാരാണ് കേരളത്തിലുള്ളത്. അഴിമതി ചൂണ്ടിക്കാണിക്കുന്നവർ പുറത്തുപോകുന്ന അവസ്ഥയാണ് UDF-ലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഇത്രയും ഭയാനകമായ ഒരു അഴിമതി നടന്ന ഒരു കാലഘട്ടം കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. ഞാൻ നിയമസഭയിൽ എത്തിയിട്ട് 54 കൊല്ലം കഴിയും. അഴിമതി ചൂണ്ടിക്കാണിക്കുന്നവർ പുറത്തും അഴിമതി ചെയ്യുന്നവരകത്തും ഇരിക്കുന്ന കേരളത്തിന്റെ ആദ്യത്തെ മുന്നണിയാണ് ഈ ഐക്യജനാധിപത്യ മുന്നണി. കിണറ്റിൽ വീണ ബീഹാർ സ്വദേശിയെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. തൊണ്ടയാട് മഠത്തിൽ ഇല്ലപ്പറമ്പിലെ കിണറ്റിലാണ് ഇയാൾ വീണത്. ഫയർഫോഴ്സിന്റെ സഹായത്താലാണ് ഇയാളെ രക്ഷപ്പെടുത്തിയത്. മാനസിക രോഗിയാണോ എന്ന സംശയമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ബുധനാഴ്ച രാവിലെയാണ് തൊണ്ടയാട് TP കുമാരൻ നായർ റോഡിൽ കാവു സൌത്ത് റെസിഡൻസ് അസോസിയേഷനിൽപ്പെട്ട മഠത്തിൽ ഇല്ലപ്പറമ്പിലെ കിണറ്റിൽ ബീഹാർ സ്വദേശിയെ കണ്ടത്. ഇല്ലത്തുള്ളവർ വെള്ളമെടുക്കുവാനെത്തിയപ്പോൾ ശബ്ദം കേട്ടാണ് കൽപ്പടവുകൾ പിടിച്ച നിലയിൽ ഇയാളെ കണ്ടെത്തിയത്. തുടർന്ന് പ്രദേശത്തെ സാഗരകലാ സാംസ്കാരിക പ്രവർത്തകരും നാട്ടുകാരും റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങളും ചേർന്ന് ഫയർഫോഴ്സിന്റെ സഹായത്തോടെ കരയ്ക്ക് കയറ്റി.
വെള്ളിമാടുകുന്ന് ഫയർ സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പി സതീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം കുട്ട കിണറ്റിലിറക്കിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇയാളെ പിന്നീട് മെഡിക്കൽ കോളേജ് പോലീസ് ആശുപത്രിയിലേക്കും തുടർന്ന് സ്റ്റേഷനിലും എത്തിച്ചു. മാനസിക രോഗിയാണെന്ന് സംശയമുള്ളതായി പോലീസ് പറഞ്ഞു. പേരുകൾ പറയുന്നതിൽ വൈരുദ്ധ്യമുള്ളതായും പോലീസ് കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം അപരിചിതനായ ഒരാൾ പ്രദേശത്ത് ചുറ്റിക്കറങ്ങുന്നത് കണ്ട് നാട്ടുകാർ രാവേറും വരെ പരിശോധന നടത്തിയിരുന്നു. നാട്ടുകാരെ പേടിച്ച് ഇയാളായിരിക്കും കിണറ്റിൽ വീണതെന്നും കരുതുന്നുണ്ട്. സംഘടിത ശക്തി ഉണ്ടെങ്കിലേ ആവശ്യങ്ങൾ നേടിയെടുക്കാനാവൂ എന്ന് മേയർ എ കെ പ്രേമജം. അത് ചരിത്രം തെളിയിച്ചതാണെന്നും മേയർ കൂട്ടിച്ചേർത്തു. കുക്കിംഗ് ആൻഡ് കാറ്ററിംഗ് വർക്കേഴ്സ് യൂണിയൻ കോഴിക്കോട് ജില്ലാ സമ്മേളനം ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കുക്കിംഗ് ആൻഡ് കാറ്ററിംഗ് വർക്കേഴ്സ് യൂണിയൻ കോഴിക്കോട് ജില്ലാ സമ്മേളനം ടൗൺ ഹാളിൽ നടന്നു. 5 സ്റ്റാർ ഹോട്ടലുകൾ മുതൽ സാധാരണ ഹോട്ടലുകളിൽ വരെ പ്രവർത്തിക്കുന്ന പാചക തൊഴിലാളികളും വീടുകളിലും ഹാളുകളിലുമായി പാചകം ചെയ്ത് വിതരണം ചെയ്യുന്നവരും സഹായികളും കുക്കിംഗ് ആൻഡ് കാറ്ററിംഗ് വർക്കേഴ്സ് യൂണിയനിൽ അംഗങ്ങളാണ്. അംഗങ്ങൾക്ക് ഇൻഷുറൻസ്, ഫുഡ് സേഫ്റ്റി ലൈസൻസ് എന്നിവ ലഭ്യമാക്കിയാണ് സംഘടന പ്രവർത്തിക്കുന്നത്. പാചക തൊഴിലാളികൾക്ക് ക്ഷേമനിധിയും ESI പരിരക്ഷയും ഏർപ്പെടുത്തണമെന്ന് കുക്കിംഗ് ആൻഡ് കാറ്ററിംഗ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കുക്കിംഗ് ആൻഡ് കാറ്ററിംഗ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ധർമ്മരാജൻ അധ്യക്ഷം വഹിച്ച ചടങ്ങ് മേയർ എ കെ പ്രേമജം ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി വർഗത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം, സംഘടിതമായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് പടിപടിയായി തൊഴിലാളി വർഗത്തിന് വിവിധങ്ങളായ അവകാശങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചത്. ജില്ലാ സെക്രട്ടറി ആർ രാഘവൻ, KM ബാലചന്ദ്രൻ, KT ഉമ്മർ, KK അബ്ദുൽ കരീം എന്നിവർ സംസാരിച്ചു. ഉച്ചയ്ക്ക് ശേഷം ടൗൺ ഹാളിൽ അംഗങ്ങളുടെ കുടുംബസംഗമവും വിവിധ കലാപരിപാടികളും നടന്നു. അഴിമതിക്ക് PhD ലഭിക്കുമെങ്കിൽ അതിന് അർഹരായ 16 പേരെങ്കിലും ഇപ്പോഴത്തെ UDF മന്ത്രിസഭയിൽ ഉണ്ടെന്ന് കേരള കോൺഗ്രസ് ബി ചെയർമാൻ ആർ ബാലകൃഷ്ണപിള്ള. UDF വിട്ട ശേഷം ആദ്യമായി മലബാറിൽ നടന്ന മേഖലാ നേതൃ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള കോൺഗ്രസ് ബിയുടെ നേതൃത്വത്തിലാണ് 2 ദിവസങ്ങളിലായി ഈസ്റ്റ് ഹിൽ യൂത്ത് ഹോസ്റ്റലിൽ വെച്ച് മലബാർ മേഖല നേതൃത്വ പരിശീലന ക്യാമ്പ് നടക്കുന്നത്. പാർട്ടിക്ക് പുതിയ ദിശാബോധം നൽകുകയും പ്രവർത്തനം ഊർജിതപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കണ്ണൂർ, കാസർഗോഡ്, വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിശീലന ക്യാമ്പ് നടത്തുന്നത്. പാർട്ടി ചെയർമാൻ ആർ ബാലകൃഷ്ണപിള്ള പരിശീലന ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 3.5 കൊല്ലമായി സഹിച്ചും ക്ഷമിച്ചും കഴിഞ്ഞിരുന്ന UDF മുന്നണി വിട്ടത് എന്തുകൊണ്ടും നല്ലതായെന്നും തികച്ചും സ്വതന്ത്രമായി ജനങ്ങളുടെ താൽപര്യത്തിനനുസരിച്ചായിരിക്കും ഇനിയുള്ള പ്രവർത്തനങ്ങളെന്നും പിള്ള പറഞ്ഞു. എന്തു പറഞ്ഞാലും ഒരു കാര്യത്തിലും നടപടിയെടുക്കാൻ പറ്റാത്ത ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളം ഭരിക്കുന്നതെന്നും എല്ലാ മേഖലയിലും അഴിമതിയെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് UDFന്റേതെന്നും ബാലകൃഷ്ണപിള്ള കുറ്റപ്പെടുത്തി. അഴിമതിയിൽ PhD ഉണ്ടെങ്കിൽ അതിന് അർഹരായ 16 മന്ത്രിമാരുടെ കൂടാരമാണ് കേരള മന്ത്രിസഭയെന്നും ബാലകൃഷ്ണപിള്ള ആരോപിച്ചു. ഇത്രയും അഴിമതി കാണിച്ച മന്ത്രിമാരുള്ള ഒരു മന്ത്രിസഭ പല മന്ത്രിസഭകളിലും ഉണ്ടായിരുന്നതാണ് കാണാൻ കഴിഞ്ഞിട്ടില്ല. അഴിമതിക്ക് ഏതെങ്കിലും യൂണിവേഴ്സിറ്റി PhD കൊടുത്താൽ അത് കിട്ടാനുണ്ട് ഒരു 16 പേരെങ്കിലും ഈ മന്ത്രിസഭയുണ്ട്. ഇനിയുള്ള കാലം രാജ്യത്തിന്റെയും ജനങ്ങളുടെയും താൽപര്യം സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും കേരള കോൺഗ്രസ് നടത്തുകയെന്നും പിള്ള കൂട്ടിച്ചേർത്തു. ക്യാമ്പിന്റെ ഭാഗമായി പ്രസംഗ, പരിശീലന ക്ലാസ്, കലാപരിപാടികൾ എന്നിവയും നടന്നു. ഈസ്റ്റ് ഹിൽ യൂത്ത് ഹോസ്റ്റലിൽ നടക്കുന്ന ക്യാമ്പിൽ വനിതകൾ അടക്കമുള്ള പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ കേരള കോൺഗ്രസ് ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി നജീം പാലക്കണ്ടി അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടറി P മോഹനൻ മാസ്റ്റർ, CPI ദേശീയ കൌൺസിൽ അംഗം ബിനോയ് വിശ്വം എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. പാർട്ടി ജില്ലാ പ്രസിഡന്റ് PV നവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. അഡ്വക്കേറ്റ് പോൾ ജോസഫ്, C വേണുഗോപാൽ നായർ, മധു എണ്ണക്കാട്, PH ഫൈസൽ, മോൻസി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ വാർത്തകളിൽ ഇടവേള. For you, for
കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. വിദേശ നിർമ്മിത ഫിഷ് അക്വേറിയങ്ങളുടെ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ 10 മുതൽ 50% വരെ വിലക്കുറവിൽ. വിവിധ തരം അക്വേറിയങ്ങൾ, ആക്സസറീസുകൾ, ഫൗണ്ടൻ തുടങ്ങിയവ സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായി 10 മുതൽ 50% വരെ വിലക്കുറവിൽ വിറ്റ് കാലിയാക്കുന്നു. ഈ ഓഫർ ഏതാനും ദിവസത്തേക്ക് മാത്രം. പിക്കാസോ, അമൃത ആർക്കേഡ്, മിംസ് ഹോസ്പിറ്റലിന് സമീപം, നിയർ PNB, മിനി ബൈപ്പാസ് റോഡ്, കോഴിക്കോട്. ഫോൺ നമ്പേഴ്സ് 8714271215, 9249500838. എടാവേ അറിഞ്ഞായിരുന്നോ? മാർച്ച് 18 കല്യാൺ സിൽക്സിന്റെ പുതിയ ഷോറൂം ഉദ്ഘാടനമാ. നല്ല അടിപൊളി സെറ്റപ്പാ കേട്ടോ. എന്തുട്ട കടി പറയണേ. മാർച്ച് 25 കല്യാൺ സിൽക്സിന്റെ ന്യൂ ഷോറൂം ഉദ്ഘാടനം. കുന്നംകുളത്താണ് സംഗതി. എന്തിനാണ് പറയണത്? ആറ്റിങ്ങൽ ടൗണിലാണ് കല്യാൺ സിൽക്സിന്റെ ഇനോഗ്രേഷൻ. ഏപ്രിൽ 6 പരിപാടി. എന്റെ പൊന്നോ, തൊടുപുഴയിലാടാവേ ഉദ്ഘാടനം. കുന്നംകുളത്താണ് മാഷ കല്യാൺ സിൽക്സ്. അണ്ണാ, ഏപ്രിൽ 6 പരിപാടി ആറ്റിങ്കലില്. കല്യാൺ സിൽക്സിന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ വേണ്ട. 3 ആഴ്ചകളിലായി 3 മെഗാ ഷോറൂമുകൾ. മാർച്ച് 18 തൊടുപുഴ, മാർച്ച് 25 കുന്നംകുളം, ഏപ്രിൽ 6 ആറ്റിങ്കൽ. കല്യാൺ സിൽക്സ് 21 ഷോറൂമുകൾ, 1 കോടിയിലേറെ മാംഗല്യങ്ങൾ. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഷോറൂം ശൃംഖല. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ. ഇടവേളയ്ക്ക് ശേഷമുള്ള ജില്ലാ വാർത്തകളിലേക്ക്. ജനദ്രോഹപരവും ഭരണഘടനാ വിരുദ്ധവുമായ പുതുക്കിയ ഖനന നിയമം ഉടൻ പിൻവലിക്കണമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ. ഈ ആവശ്യമുന്നയിച്ച് കളക്ടറേറ്റുകൾക്ക് മുൻപിൽ സംസ്ഥാന വ്യാപകമായി സംസ്ഥാന സർക്കാരിനെതിരെ കുറ്റവിചാരണ ചെയ്തു. വിവിധ പരിസ്ഥിതി സംഘടനകളുടെ നേതൃത്വത്തിലാണ് പരിപാടി നടന്നത്. പുതുക്കിയ ഖനന നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പരിസ്ഥിതി പ്രവർത്തകർ കോഴിക്കോട് കളക്ടറേറ്റിന് മുൻപിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റവിചാരണ ചെയ്തു. ദശകങ്ങളായി പരിസ്ഥിതി പ്രവർത്തകർ നടത്തുന്ന പ്രതിരോധങ്ങളുടെ ഫലമായുണ്ടായ ചെറിയ നേട്ടങ്ങളെ പോലും അട്ടിമറിക്കുന്ന രീതിയിൽ ഖനന ചട്ടങ്ങളടക്കമുള്ള വിവിധ പരിസ്ഥിതി നിയമങ്ങൾ വിവിധ മാഫിയകൾക്ക് വേണ്ടി തിരുത്തിയെഴുതുന്ന പ്രവർത്തനത്തിലാണ് കേരള സർക്കാർ എന്ന് പരിസ്ഥിതി പ്രവർത്തകർ കുറ്റപ്പെടുത്തി. 2015 ഫെബ്രുവരി 7 സർക്കാർ നടപ്പാക്കിയ പുതിയ ഖനന നിയമം ക്വാറി മാഫിയയെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ്. ഖനനത്തിന് അനുവാദം നൽകാനുള്ള അധികാരം ഭൌമശാസ്ത്ര വകുപ്പിലെ ഏതാനും ചില ഉദ്യോഗസ്ഥരെ മാത്രം ഏൽപ്പിച്ചിരിക്കുകയാണ്. വാസഗേഹങ്ങൾ, പാലങ്ങൾ, റെയിൽവേ പാളങ്ങൾ, ആരാധനാലയങ്ങൾ, ശ്മശാനങ്ങൾ തുടങ്ങിയവയിൽ നിന്നും കേവലം 50 മീറ്റർ അകലത്തിൽ എത്രയടി താഴ്ചയിലും ഖനനം നടത്താൻ പുതിയ നിയമം അനുവദിക്കുന്നുണ്ട്. പാറ പൊട്ടിക്കുന്നതിനുള്ള DNO ലൈസൻസ് അനുവദിക്കാനോ റദ്ദാക്കാനുള്ള പരമാധികാരം ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും എടുത്തുമാറ്റിയിരിക്കുകയാണ്. ഭൌമശാസ്ത്ര വകുപ്പിന്റെ നിർദ്ദേശം ഗ്രാമപഞ്ചായത്ത് അനുസരിച്ചേ മതിയാകൂ. പൊതുജനങ്ങൾക്ക് പരാതി സമർപ്പിക്കാനോ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനോ ഒരു അവസരവും നിയമം അനുവദിക്കുന്നില്ല. പഞ്ചായത്ത് രാജ് നിയമവും നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമവും അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണെന്നും പരിസ്ഥിതി പ്രവർത്തകർ പറഞ്ഞു. സഹ്യപർവ്വത സംരക്ഷണ സമിതി സംസ്ഥാന കമ്മിറ്റി ചെയർമാൻ TV രാജൻ, പശ്ചിമഘട്ട സംരക്ഷണ ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി കൺവീനർ N സുബ്രഹ്മണ്യൻ, ക്വാറി കർഷക ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം S ബാബുജി, T ശ്രീനിവാസൻ, A ജോസ്, E പ്രദീപ് കുമാർ, MP ശ്രീധരൻ, ഡൽഹി കേളപ്പൻ, ശേഖർ, P രമേഷ് ബാബു, മൊയ്തു കണ്ണങ്കോടൻ, MA ഗയൂം എന്നിവർ സംസാരിച്ചു. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് ഇത്തവണയും കൊയിലാണ്ടി നഗരസഭ നേരത്തെ തന്നെ ഇറങ്ങി. മാലിന്യ സംസ്കരണത്തിലും മഴക്കാല പൂർവ്വ ശുചീകരണത്തിലും കൊയിലാണ്ടി നഗരസഭ കേരളത്തിൽ തന്നെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന മേഖലയാണ്. ദേശീയ പാതയോരത്തെ പ്രവൃത്തികൾക്ക് മാത്രം 3.25 ലക്ഷമാണ് വകയിരുത്തിയിട്ടുള്ളത്. കൊയിലാണ്ടി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പരിപാടികൾക്ക് തുടക്കമായി. കൊയിലാണ്ടി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ K ശാന്ത നിർവഹിച്ചത്. നമുക്ക് ഇതിന്റെ ഭാഗമായി 1-2 മാസക്കാലം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനം, ഒപ്പം തന്നെ ഡ്രെയിനേജ് ക്ലീൻ ചെയ്യുന്ന ഏകദേശം 3.25 ലക്ഷം രൂപ ഡ്രെയിനേജ് ക്ലീൻ ചെയ്യാൻ വേണ്ടി മാത്രമേ നമ്മൾ നീക്കി വെക്കുന്നുണ്ട്. കോഴിക്കോട് നിന്നുള്ള പ്രത്യേക പണിക്കാരാണ് ഇത് ക്ലീൻ ചെയ്യാൻ വരുന്നത്. കേരളത്തിൽ ചിലപ്പോൾ ഒരു സ്ഥലത്തും അത് കാണില്ല, കാരണം ഹൈവേ ആണ് സാധാരണ ഇത് ക്ലീൻ ചെയ്യേണ്ടത്. പക്ഷെ ആ പ്രവർത്തനം കൂടി നഗരസഭ ഏറ്റെടുക്കുകയാണ്. വൈസ് ചെയർമാൻ T K ചന്ദ്രൻ അധ്യക്ഷം വഹിച്ചു. കൌൺസിലർ VP ഇബ്രാഹിംകുട്ടി, AP സുധീഷ്, AM ഷൈമ, T പുഷ്പ, T പ്രസന്ന, K സുധ, HIമാരായ അശോകൻ, പ്രസാദ്, മുരളി, ഹെൽത്ത് ഇൻസ്പെക്ടർ K ദിവാകരൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. അംഗനവാടി കലോത്സവം ഗ്രാമോത്സവമാക്കുവാൻ അരങ്ങുണർന്നു. ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏപ്രിൽ 5 1000-ലധികം കുരുന്ന് കലാപ്രതിഭകൾ മാറ്റിവെക്കുന്ന പരിപാടിക്കായി 101 അംഗ സ്വാഗത സംഘവുമായി. സ്വാഗത സംഘം ഓഫീസ് കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ T രജനി ഉദ്ഘാടനം ചെയ്തു. ബേപ്പൂർ അരങ്ങ് സോഷ്യോ കൾച്ചറൽ ഓർഗനൈസേഷൻ വർഷം തോറും നടത്തിവരുന്ന നഴ്സറി കലോത്സവം ഇത്തവണ വിപുലമായി നടത്തും.
ഇതിനായി പത്മനാഭൻ പള്ളത്ത് ചെയർമാനായി 101 അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു. സ്വാഗത സംഘം ഓഫീസ് ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശം പ്രവർത്തനം ആരംഭിച്ചു. കോർപ്പറേഷൻ നഗരാസൂത്രണ സ്ഥിരം സമിതി അധ്യക്ഷ ടി രജനി സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ഇന്നലെ നമ്മളെ പിഞ്ചു മക്കളുടെ കലാപരിപാടി എന്ന് പറയുമ്പോൾ ഇത് കാണാനും ആസ്വദിക്കാനും മറ്റു പരിപാടിയെക്കാട്ടും കൂടുതലായിട്ട് ആളുകളുണ്ടാവും. അപ്പൊ അത് ഒരു ഗംഭീര പരിപാടിയുമായിട്ട് തന്നെ മാറ്റാൻ വേണ്ടി നമുക്ക് അരങ്ങിന് കഴിയണം. അതോടൊപ്പം തന്നെ എന്ത് സഹായം വേണമെങ്കിലും കോഴിക്കോട് കോർപ്പറേഷൻ എന്ന നിലയിൽ വ്യക്തിപരമായും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഓഫീസിന്റെ ഉദ്ഘാടനം ഔപചാരികമായി നടത്തിയതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചെയർമാൻ പത്മനാഭൻ പള്ളത്ത് അധ്യക്ഷം വഹിച്ചു. ജനറൽ കൺവീനർ പി സ്വരൂപ് രാജ്, കൺവീനർ സജീഷ് കുമാർ തറയിൽ എന്നിവർ സംസാരിച്ചു. ഏപ്രിൽ 5 ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടികൾ നടക്കുന്നത്. ബേപ്പൂർ വില്ലേജിലെ 65ഓളം അംഗനവാടികളിൽ നിന്നും നഴ്സറികളിൽ നിന്നും 7 ഇനങ്ങളിൽ 1000-ലധികം കുട്ടികൾ മത്സരിക്കും. രജിസ്ട്രേഷൻ ഫീസ് ഈടാക്കുന്നതല്ല. പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും സമ്മാനങ്ങളും ഭക്ഷണവും സംഘാടകർ നൽകും. കൂടാതെ വിവിധ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ചടങ്ങിൽ ആദരിക്കും. കോഴിക്കോട് ജില്ലയിലെ ഭൂരഹിതരുടെ ഒത്തുചേരൽ MSS ഓഡിറ്റോറിയത്തിൽ നടന്നു. വെൽഫെയർ പാർട്ടി ഭൂസമരസമിതി നേതൃത്വത്തിൽ നോർത്ത് സൌത്ത് മണ്ഡലങ്ങളിലെ ഭൂരഹിതരാണ് ഒത്തുചേർന്നത്. വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം ഉദ്ഘാടനം ചെയ്തു. വെൽഫെയർ പാർട്ടി കോർപ്പറേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ MSS ഓഡിറ്റോറിയത്തിലാണ് ഭൂരഹിതരുടെ സംഗമം സംഘടിപ്പിച്ചത്. കോഴിക്കോട് നോർത്ത് സൌത്ത് മണ്ഡലങ്ങളിലെ ഭൂരഹിതരാണ് ഒത്തുചേർന്നത്. വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം ഉദ്ഘാടനം ചെയ്തു. ഭൂസമരസമിതി കൺവീനർ ഷംസുദ്ദീൻ ചെറുവാടി അധ്യക്ഷനായിരുന്നു. AP വേലായുധൻ, റസാഖ് പാലേരി, MN ബഷീർ, മുസ്തഫ പാലാഴി എന്നിവർ സംസാരിച്ചു. വെൽഫെയർ പാർട്ടി സംസ്ഥാന കൺവീനർ ജോൺ അമ്പാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നിയമവിധേയമായി ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണം. അങ്ങനെയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് വിജയമുള്ളൂ. അതിന് വെൽഫെയർ പാർട്ടിയും ഈ ഭൂസമര സമിതിയും ഞങ്ങളുടെ അവസാനം വരെ ഒരാൾക്ക് പോലും പട്ടേ കിട്ടി കഴിയുന്നത് വരേക്ക് നിങ്ങളോടൊപ്പം ഞങ്ങളുടെ പ്രവർത്തനവും ബന്ധങ്ങളും പാർട്ടിയും മുഴുവൻ പ്രവർത്തനവും ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കൊയിലാണ്ടിയിലെ കടയിൽ നിന്നും മൊബൈൽ ഫോൺ മോഷ്ടിച്ച് സമീപത്തെ മറ്റൊരു കടയിൽ വിൽപ്പന നടത്തിയ യുവതിയും യുവാവും അറസ്റ്റിൽ. നാദാപുരം സ്വദേശി ഷാഹിദ, ചെറുവണ്ണൂർ സ്വദേശി ജനാർദ്ദൻ എന്നിവരെ കൊയിലാണ്ടി പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. ബപ്പൻകാട് ജംഗ്ഷനിലെ ഫോൺ സോൺ മൊബൈൽ ഷോപ്പിൽ നിന്ന് ഫോൺ മോഷ്ടിച്ച യുവതിയും യുവാവും പിടിയിലായി. നാദാപുരം വാണിമേൽ സ്വദേശിനി ചാലപ്പുറത്ത് വീട്ടിൽ ഷാഹിദ, ചെറുവണ്ണൂർ സ്വദേശി ചുള്ളിയുള്ളതിലെ ജനാർദ്ദൻ എന്നിവരെയാണ് കൊയിലാണ്ടി പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം മൊബൈൽ ഷോപ്പിൽ നിന്ന് മോഷ്ടിച്ച ഫോൺ മറ്റൊരു കടയിൽ വിൽക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇവർ പിടിയിലായത്. സംശയം തോന്നിയ കടയുടമ ഷാഹിദയെ തടഞ്ഞുവെക്കുകയും പോലീസിൽ വിവരം അറിയിക്കുകയുമായിരുന്നു. ഈ സമയം ജനാർദ്ദനൻ കടയ്ക്ക് പുറത്തുനിന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇരുവരെയും പിടികൂടിയ ശേഷം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഒട്ടേറെ മോഷണ കേസുകളിൽ ഇവർ പ്രതികളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കൊയിലാണ്ടി CI R ഹരിദാസിന്റെ നേതൃത്വത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം ആരംഭിച്ചു. ജില്ലാ വാർത്തകളിൽ മറ്റൊരിടവേള. For you, forever. Apollo Gold. Kozhikode, Tirur, Manjeri, Vadagara, Kannur. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. ഫോട്ടോഗ്രാഫർമാർക്ക് തൊഴിൽ നഷ്ടമുണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് അധികൃതർ പിന്മാറണമെന്ന് AKPA കൊയിലാണ്ടി മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. K ദാസൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മുതിർന്ന ഫോട്ടോഗ്രാഫർമാരെ ആദരിച്ചു. ഫോട്ടോഗ്രാഫർമാർക്ക് തൊഴിൽ നഷ്ടമുണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് അധികൃതർ പിന്മാറണമെന്ന് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ AKPA കൊയിലാണ്ടി മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. K ദാസൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നാരായണൻ വാഹിനി അധ്യക്ഷം വഹിച്ചു. അംഗത്വ വിതരണം നഗരസഭാ ചെയർപേഴ്സൺ K ശാന്ത നിർവഹിച്ചു. മുതിർന്ന ഫോട്ടോഗ്രാഫർമാരെ ജില്ലാ പ്രസിഡന്റ്
KV ത്രിപുദാസ് ആദരിച്ചു. സംസ്ഥാന സെക്രട്ടറി PV ബാലൻ, ജില്ലാ സെക്രട്ടറി JN രാഗം, A സജീവ് കുമാർ, E ചന്ദ്രൻ, ബൽറാം പുതുക്കുടി, TP ഇസ്മായിൽ, ശ്രീലാൽ പെരുവട്ടൂർ, ഡോക്ടർ മിലി മണി എന്നിവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി ഫോട്ടോ പ്രദർശനവും മെഡിക്കൽ ക്യാമ്പും നടത്തി. പുതിയ ഭാരവാഹികളായി വിപിൻ റാണിയ പ്രസിഡന്റ്, രാജു നെല്ലുള്ളി വൈസ് പ്രസിഡന്റ്, റയീസ് പയ്യോളി സെക്രട്ടറി, P പ്രതീഷ് ജോയിന്റ് സെക്രട്ടറി, C വസന്തൻ ഗജാഞ്ചി എന്നിവരെ തെരഞ്ഞെടുത്തു. 44 കിലോഗ്രാം തൂക്കമുള്ള നാടൻ നേന്ത്രക്കുല കൃഷി ചെയ്തതിന്റെ സന്തോഷത്തിലാണ് വടകര കീഴൽ സ്വദേശി കുന്നത്ത് അബ്ദുൾ മജീദ്. സഹോദരൻ കുന്നത്ത് കുഞ്ഞാമതിന്റെ വീട്ടുമുറ്റത്താണ് കർഷകനായ മജീദ് ഈ അദ്ഭുത കുല വിളയിച്ചെടുത്തത്. വടകര കീഴലിലെ കുന്നത്ത് അബ്ദുൾ മജീദ് വിളയിച്ചത് 44 കിലോഗ്രാമുള്ള നേന്ത്രക്കുല. കൃഷിസ്ഥലത്ത് വാഴ നടുമ്പോൾ സഹോദരൻ കുന്നത്ത് കുഞ്ഞമ്മദിന്റെ വീട്ടുമുറ്റത്തും മജീദ് ഒരു വാഴ നട്ടിരുന്നു. ഈ വാഴയാണ് അത്ഭുതപ്പെടുത്തുന്ന വിളവ് തന്നത്. പാഴായി പോകുന്ന വെള്ളം വാഴയ്ക്ക് കിട്ടുമെന്ന് കരുതിയാണ് മുറ്റത്ത് നട്ടത്. സാധാരണ വളം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. കൊല ഞാൻ സാധാരണ രീതിയിൽ ഒരു കൊല്ലത്തോളമായി വെച്ച് കഴിഞ്ഞിട്ട് കുളച്ച് കഴിഞ്ഞപ്പോൾ അതൊരു 40 കിലോ ഉള്ള തൂക്കമുണ്ട്. ഞാൻ സാധാരണ രീതിയിലുള്ള വളങ്ങൾ മാത്രമാണ് ചെയ്തിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഒന്നും രാസവളങ്ങളൊന്നും അങ്ങനെ മൂപ്പത്തിയപ്പോൾ കൂറ്റൻകുല ഭാരം കാരണം തനിയെ താഴ്ന്നു പോകുമ്പോഴാണ് വെട്ടിയത്. നേന്ത്രക്കുലകൾ ഇത്രയും തൂക്കമെത്തുന്നത് അപൂർവമാണ്. നല്ല വളം ചെയ്താൽ 25 മുതൽ 32 കിലോ വരെ തൂക്കം കിട്ടുമെന്ന് കർഷകർ പറയുന്നു. നെല്ലിക്കയുടെ ഗുണവിശേഷങ്ങളും രുചി വൈവിധ്യങ്ങളുമായി നടന്ന അമലോത്സവം സംഘാടനം കൊണ്ട് ശ്രദ്ധേയമായി. നെല്ലിക്കയുടെ ജ്യൂസ് മുതൽ നെല്ലിക്ക ഉപയോഗിച്ചുള്ള ഭക്ഷ്യവിഭവങ്ങളുടെ പാചക മത്സരം വരെ ഉണ്ടായിരുന്നു. പ്രഭാഷണങ്ങളും രുചിക്കൂട്ടുകളും വേറെയുമുണ്ട്. വിറ്റാമിൻ C സമ്പന്നമായ നെല്ലിക്കയുടെ ഇതര ഗുണങ്ങളും ഫെസ്റ്റിവലിൽ വിശദീകരിച്ചിരുന്നു. പ്രമേഹത്തെ ശമിപ്പിക്കൽ, കാഴ്ചശക്തി വർദ്ധിപ്പിക്കൽ, ശരീരഭാരം കുറയ്ക്കൽ, ബീജവർദ്ധന അങ്ങനെ പോകുന്നു നെല്ലിക്കയുടെ ഗുണഗണങ്ങൾ. നെല്ലിക്കയും ക്യാരറ്റും ചേർത്തുള്ള ജ്യൂസ് കഴിച്ചാൽ സൗന്ദര്യം വർദ്ധിക്കുമെന്ന വസ്തുതയും ഫെസ്റ്റിവലിൽ വിദഗ്ധർ എടുത്തു പറഞ്ഞു. ഔഷധ ചെടികളെക്കുറിച്ച് മൊത്തത്തിൽ ഫെസ്റ്റിവലിൽ വിശദീകരിച്ചു. മേളയോടനുബന്ധിച്ച് ഒരുക്കിയ ഔഷധ ഭക്ഷ്യമേള വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയമായി. നെല്ലിക്ക പ്രധാന ചേരുവയായുള്ള നെല്ലിക്ക സംഭാരം, നെല്ലിക്ക ക്യാരറ്റ് ജ്യൂസ്, നെല്ലിക്ക ബീട്രൂട്ട് ജ്യൂസ്, നയനാമൃത ബോണ്ട, മുരിങ്ങയില, മല്ലിയില, പുതിന, കുരുമുളക് എന്നിവ ഉപയോഗിച്ചുള്ള ബോണ്ട, നെല്ലിക്ക അച്ചാർ, കപ്പപ്പുട്ട്, അലു പുതിന ചപ്പാത്തി, ലെമൺ ഗ്രാസ് ടീ, ബീട്രൂട്ട് നെല്ലിക്ക സിറപ്പ്, പനിക്കൂർക്ക ബജ്ജി, മുളയരി പായസം, ചക്കക്കുരു പായസം തുടങ്ങി നിരവധി വിഭവങ്ങൾ ഔഷധ ഭക്ഷ്യമേളയിൽ ഒരുക്കിയിരുന്നു. നിവി നെല്ലിക്ക ജ്യൂസ്, നിവി ത്രിഫല ജ്യൂസ്, നിവി കറ്റർവാഴ ജ്യൂസ് തുടങ്ങിയവയും മേളയിൽ പരിചയപ്പെടുത്തി. രണ്ടാം സെഷനിൽ ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടുത്തുകയും അതുമായി ബന്ധപ്പെട്ട ക്വിസ് മത്സരം നടത്തുകയും ചെയ്തു. ഓയിസ്ക വനിതാ വിഭാഗം കാലിക്കറ്റ് ചാപ്റ്റർ പ്രസിഡന്റ് ഷഹന സലീം, PK രാജൻ, ഡോക്ടർ രേഷ്മ, ഓയിസ്ക വനിതാ വിഭാഗം കാലിക്കറ്റ് ചാപ്റ്റർ സെക്രട്ടറി രശ്മി കിഷോർ എന്നിവർ സംസാരിച്ചു. നെല്ലിക്ക ജ്യൂസ് തയ്യാറാക്കുന്നത് സംബന്ധിച്ച് PK നളിനാശൻ, വേദന സംഹാരി ഉണ്ടാക്കുന്നത് സംബന്ധിച്ച് ലതാ രാജൻ എന്നിവർ ക്ലാസ് എടുത്തു. നെല്ലിക്ക പ്രധാന ചേരുവയായുള്ള പാചക മത്സരത്തിൽ വിവിധ വിഭാഗങ്ങളിലായി തങ്കമണി, ലുബീന, പത്മജ എന്നിവർ സമ്മാനങ്ങൾ നേടി. ഭക്ഷ്യ സംസ്കാരത്തിലും വ്യക്തി സ്വാതന്ത്ര്യത്തിലും സംഘപരിവാർ അജണ്ട അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ ബീഫ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. കപ്പയും ബീഫും സൗജന്യമായി വിതരണം ചെയ്താണ് കടലുണ്ടിയിൽ ഡിവൈഎഫ്ഐ പരിപാടി സംഘടിപ്പിച്ചത്. വ്യക്തിയുടെ ഭക്ഷ്യ സംസ്കാരത്തിലും വ്യക്തി സ്വാതന്ത്ര്യത്തിലും ഇടപെടലുകൾ നടത്താൻ ശ്രമിക്കുന്ന സംഘപരിവാർ അജണ്ടയോടുള്ള ശക്തമായ ചെറുത്തുനിൽപ്പെന്നോണമാണ് കോഴിക്കോട് കടലുണ്ടിയിൽ വ്യത്യസ്തമായൊരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഗോവധം നിരോധിക്കണമെന്നും രാജ്യത്ത് ബീഫ് കഴിക്കുന്നത് നിരോധിക്കണമെന്നും ആവശ്യപ്പെടുന്ന സംഘപരിവാർ നയം അപഹാസ്യമാണെന്നാണ് ഡിവൈഎഫ്ഐ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം വിവിധ രീതിയിൽ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കടലുണ്ടിയിൽ സംഘടിപ്പിച്ച ബീഫ് ഫെസ്റ്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ആ ആവേശത്തിന്റെ ഭാഗമായി നമ്മുടെ എല്ലാവരുടെയും മനസ്സൊന്നിച്ചു നിന്ന് ഇത്തരത്തിലുള്ള ഗവൺമെന്റിന്റെ തീരുമാനങ്ങൾ ഒറ്റക്കെട്ടായി ചെറുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. തുടർന്ന് നൂറുകണക്കിന് ആളുകളാണ് കപ്പയും ബീഫും കഴിച്ച് പ്രതിഷേധത്തിന്റെ ഭാഗമായത്. പരിപാടിയിൽ റീന പിലാക്കാട്ട്, T രാധാഗോപി, NV ബാദുഷ കടലുണ്ടി, K വിജിത്ത്, അനസ്, CK വിപിൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ക്ഷേത്രവിശേഷങ്ങളിലേക്ക്. കോഴിക്കോട് വയനാട് റോഡ് ശ്രീ ശിവപുരി മഹാശിവക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. മാർച്ച് 17 മുതൽ 24 വരെ ഭാഗവതരത്നം ബ്രഹ്മശ്രീ പുല്ലൂർമണ്ണ മണിവർണ്ണ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് യജ്ഞം നടക്കുന്നത്. കാലത്ത് നാരായണീയ പാരായണത്തോടെ പരിപാടികൾ ആരംഭിച്ചു. തുടർന്ന് യജ്ഞാചാര്യന്മാർക്ക് സ്വീകരണമൊരുക്കി.
സപ്താഹയജ്ഞം കശ്യപാശ്രമം മഠാധിപതി ആചാര്യ അമ്മ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ ചെയർമാൻ പ്രൊഫസർ എം രാമകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ജനറൽ കൺവീനർ പി നാരായണക്കുറുപ്പ്, ഗുരുവായൂർ ദേവസ്വം മുൻ ചെയർമാൻ തോട്ടത്തിൽ രവീന്ദ്രൻ, അഡ്വക്കേറ്റ് കെ നാരായണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ആചാര്യവരണവും മാഹാത്മ്യ വർണ്ണനയും നടന്നു. ഈ മാസം 25-നാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവ പരിപാടികൾ നടക്കുന്നത്. അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തോടെ പരിപാടികൾ ആരംഭിക്കും. ഉഷപൂജ, ശിവസഹസ്ര നാമജപം, ഗണപതി സുബ്രഹ്മണ്യ അയ്യപ്പ അഷ്ടോത്തര നാമജപം, ലളിതാ സഹസ്ര നാമജപം, നവകം പഞ്ചഗവ്യം, ഉച്ചപൂജ, ശ്രീഭൂതബലി, ആധ്യാത്മിക പ്രഭാഷണം, പ്രസാദഊട്ട്, ചുറ്റുവിളക്ക്, ദീപാരാധന, തായമ്പക എന്നിവ ഉണ്ടാകും. ക്ഷേത്രതന്ത്രി ചാത്തനാട്ടില്ലത്ത് രാമചന്ദ്രൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, രാമചന്ദ്രൻ നമ്പൂതിരി എന്നിവർ സഹകാർമ്മികരാകും. ജില്ലാ വാർത്തകൾ ചുരുക്കത്തിൽ. ഗാന്ധി പീസ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ പ്രമുഖ ഗാന്ധിയൻ നാരായണൻ ദേശായിജിയുടെ നിര്യാണത്തിൽ അനുശോചിച്ചു. ഗാന്ധിഗൃഹത്തിൽ നടന്ന ചടങ്ങിൽ സി കൃഷ്ണമൂസ് അധ്യക്ഷം വഹിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനി പി വാസു അനുസ്മരണ പ്രഭാഷണം നടത്തി. ടി കെ അസീസ്, യു രാമചന്ദ്രൻ, യു രാധാകൃഷ്ണൻ, ബാലചന്ദ്രൻ പുതുക്കുടി, ടി ബാലകൃഷ്ണൻ, പി ശിവാനന്ദൻ എന്നിവർ സംസാരിച്ചു. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് KP കേശവമേനോൻ ഹാൾ, വെള്ളിമാടുകുന്ന് PMOC ഹാൾ എന്നിവിടങ്ങളിൽ വെച്ച് മാർച്ച് 20, 21, 22 തീയതികളിൽ അപരാജിത എന്ന പേരിൽ വനിതാ ശില്പശാല സംഘടിപ്പിക്കുന്നു. സമൂഹത്തിൽ സ്ത്രീ യുവത്വം അഭിമുഖീകരിക്കുന്ന വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ചകളും സംവാദങ്ങളും ഉണ്ടാകുമെന്ന് കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് എക്സ്പെർട്ട് മെമ്പർ CK സുബൈർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഏറ്റവും ഗുണമേന്മയാർന്ന പരിചരണം സാമൂഹിക പങ്കാളിത്തത്തോടെ രോഗികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആസ്ഥാനമായി കഴിഞ്ഞ 2 പതിറ്റാണ്ടായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി അതിന്റെ പരിചരണ പ്രവർത്തനങ്ങളുടെ നടത്തിപ്പിനായി ധനസമാഹരണം ലക്ഷ്യമാക്കി ഒരു ഗസൽ സന്ധ്യ മാർച്ച് 21-ന് കോഴിക്കോട് ടാഗോർ സെന്ററി ഹാളിൽ 6 മണിക്ക് സംഘടിപ്പിക്കുന്നു. പ്രശസ്ത പിന്നണി ഗായകരായ സിത്താരയും നിഷാദുമാണ് ഗസൽ സന്ധ്യ ധന്യമാക്കുന്നത്. കോഴിക്കോട് നവരസം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കഥകളി കലാകാരന്മാരെ ആദരിക്കുന്നു. മാർച്ച് 27, 28, 29 തീയതികളിൽ നടക്കുന്ന വാർഷികാഘോഷ പരിപാടിയോടനുബന്ധിച്ചാണ് ആദരിക്കൽ. വളയനാട് ശ്രീദേവി കല്യാണ മണ്ഡപത്തിലാണ് ചടങ്ങ് നടക്കുകയെന്ന് നവരസം ഭാരവാഹികൾ പറഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷനിലെ നെല്ലിക്കോട് മേലേനടാങ്കൽ പ്രദേശത്ത് മൊബൈൽ ടവർ സ്ഥാപിക്കാനുള്ള നീക്കത്തിൽ നിന്നും റിലയൻസ് കമ്പനിയും സ്ഥലമുടമയും പിന്മാറണമെന്ന് പ്രതിരോധ ജനകീയ സമിതി. കോർപ്പറേഷൻ വാർഡ് കൌൺസിലർ കൂടിയായ മേയർ സ്ഥലം സന്ദർശിച്ചെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിൽ മാർച്ച് 22 ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് നെല്ലിക്കോട് പ്രദേശത്ത് മനുഷ്യചങ്ങല തീർക്കുമെന്നും മൊബൈൽ വിരുദ്ധ ജനകീയ സമിതി ഭാരവാഹികൾ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി സ്ത്രീയുടെ മാനം ഉപയോഗപ്പെടുത്തുന്ന സാഹചര്യമാണ് കേരളത്തിൽ നിലവിലുള്ളതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ V മുരളീധരൻ. പാറക്കടവിൽ വിദ്യാർത്ഥിനെ പീഡിപ്പിച്ച കേസ് ക്രൈംബ്രാഞ്ച് അട്ടിമറിക്കുന്നുവെന്ന് ആരോപണം. അഴിമതിക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന സർക്കാരാണ് കേരളത്തിലുള്ളതെന്ന് R ബാലകൃഷ്ണപിള്ള. അഴിമതി ചൂണ്ടിക്കാണിക്കുന്നവർ പുറത്തുപോകുന്ന സ്ഥിതിയാണ് UDF-ലുള്ളതെന്നും പിള്ള. സംഘടിത ശക്തിയുണ്ടെങ്കിലേ ആവശ്യങ്ങൾ നേടിയെടുക്കാനാവൂ എന്ന് മേയർ AK പ്രേമജം. ചരിത്രം അത് തെളിയിച്ചതാണെന്നും മേയർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ.